കൊട്ടിയൂർ ഉത്സവത്തിന്റെ 8ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു നാട്ടുരാജ്യത്തോളം പോകുന്ന പ്രദേശത്തെ ആകെ ഭക്തിയുടെ ഉന്മാദത്തിൽ ആറാടിക്കുന്ന ഉത്സവമാണ് വൈശാഖ മഹോത്സവം. ഈ ആയുസ്സിനിടയിൽ ആദ്യമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന ചടങ്ങുകൾ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മുതിരേരിവാള് വരുന്നതും മുതലുള്ള അനേകം ചടങ്ങുകൾ, അതിന് സാക്ഷിയാവാനുള്ള ഭാഗ്യം സിദ്ധിക്കുക എന്നത് ഒരു പൂർവജന്മ പുണ്യം തന്നെയാണ്. മുതിരേരിവാൾ ഇക്കരെ കൊട്ടിയൂരിലാണ് വരിക. വാൾ എഴുന്നള്ളി എത്തിയതിനു ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ നടക്കുന്ന ചില ചടങ്ങുകളുണ്ട്. അക്കരെ കൊട്ടിയൂരിൽ തെളിയിക്കാനുള്ള ദീപം അക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളുന്നതാണ് പിന്നീടുള്ള ചടങ്ങ്. അടിയന്തരക്കാർ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നതും പരിപാവനമായ മറ്റൊരു ചടങ്ങാണ്. ഇവർ പുറപ്പെട്ടയുടനെ ഇക്കരെ കൊട്ടിയൂരിന്റെ പടിവാതിൽ അടയ്ക്കപ്പെടുന്നു. ജ്യോതി തെളിയുകയും പിന്നീട് 11 മാസക്കാലം അഷ്ടബന്ധത്തിൽ സംരക്ഷിക്കപ്പെടുന്ന സ്വയംഭൂവിനെ ആ അഷ്ടബന്ധം നീക്കി ഉത്സവത്തിന് തയ്യാറാക്കിയെടുക്കുന്നതാണ് തൊട്ടടുത്തായുള്ള ചടങ്ങ്. അഷ്ടബന്ധത്തിൽ നിന്ന് മോചിതനായ ഭഗവാനെ നെയ്യഭിഷേകം കൊണ്ട് ഉണർത്തുന്ന ചടങ്ങാണ് പിന്നീട് അക്കരെ കൊട്ടിയൂരിൽ നടക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ മുഴുവൻ ചടങ്ങുകളും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഇപ്രാവശ്യം സിദ്ധിക്കുകയുണ്ടായി. പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക. ദക്ഷയാഗത്തിന്റെ ഓർമ്മകൾ അലയടിച്ചെത്തുകയാണ്. മുതിരേരിയിൽ നിന്ന് മൈലുകൾ താണ്ടി ഇക്കരെ കൊട്ടിയൂരിലെത്തുന്ന വിശുദ്ധമായ വാൾ, ദക്ഷന്റെ തലയറുത്ത ആ യാഗബിംബത്തെ നെഞ്ചോട് ചേർത്ത് മഴ നനഞ്ഞ് നഗ്നപാതനായി മലയിറങ്ങി വന്ന ഒരു പുണ്യാത്മാവ്. വ്രതമെടുത്തവരും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്ന് പെയ്തിറങ്ങിയ ഹരിഗോവിന്ദ മന്ത്രങ്ങളിൽ മുഴങ്ങി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധി. അഗ്നിയായി ജ്വലിച്ച് കൈലാസത്തെയും ത്രിലോകങ്ങളെയും നടുക്കിയ ശിവതാണ്ഡവത്തിൽ എന്ന പോലെ പ്രകമ്പനത്തിലാണ് ഈ നാട്. ആയില്യാർക്കാവിന്റെ മടിത്തട്ടിലിരുന്ന് ഇരുട്ടുപോലും ശിവപഞ്ചാക്ഷരി ജപിക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതി പോലും നീലകണ്ഠന്റെ നീലിമ ചാലിച്ചെഴുതിയിരിക്കുന്നു. കടും താപത്തിന്റെ അഗ്നിയിൽ ഉരുക്കിയെടുക്കുന്ന മനസ്സെന്ന നെയ് മഹേശ്വരന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക, അതാണ് ഏതൊരു ഭക്തന്റെയും അദമ്യമായ ആഗ്രഹം. അല്ലലുകളെല്ലാം അകന്ന് ബാവലിയിലെ തെളിനീര് പോലെ ഒഴുകി ഒലിക്കണം. കൊട്ടിയൂർ വിശുദ്ധതയാണ്. കാലത്തിന്റെ ഏടുകളിൽ വിരചിക്കപ്പെട്ട ഒരു മഹാകാവ്യം. അതിൻ്റെ പൊരുൾ സ്വാംശീകരിച്ചെടുക്കുന്നത് ഏറെ കഠിനമാണ്. ലോകമാതാവ് തൻ്റെ മകളായി ജനിക്കണമെന്ന മോഹം ബ്രഹ്മപുത്രനായ ദക്ഷനെ കൊണ്ടെത്തിച്ചത് അതികഠിനമായ തപശ്ചര്യയിലേക്കാണ്. സുദീർഘമായ തപസ്സിനൊടുവിൽ ദേവി പ്രത്യക്ഷയായി. അദ്ദേഹത്തിൻ്റെ ഇംഗിതം പ്രാപ്തമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഏറെ വൈകാതെ ദക്ഷന് ഒരു മകൾ പിറന്നു. അവർ പുത്രിക്ക് സതി എന്ന് പേരിട്ടു. ദക്ഷന്റെ കൊട്ടാരത്തിൽ ഈ കുട്ടി സർവ്വ ഐശ്വര്യങ്ങളോടെയും വളർന്നു. മകളിൽ പ്രകടമായ ശിവാരാധന ദക്ഷനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. വല്ലവിധേനയും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിതാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിവാഹപ്രായമായതോടുകൂടി നാടായ നാട്ടിലേക്കത്രയും ദക്ഷന്റെ ദൂതർ സ്വയംവര സന്ദേശം എത്തിച്ചു തുടങ്ങി. ഏറ്റവും കേമനായ ഒരു രാജാവിനെ കൊണ്ടുതന്നെ തൻ്റെ മകളെ സ്വയംവരം ചെയ്യിക്കണമെന്നതായിരുന്നു ദക്ഷന്റെ ആഗ്രഹം. ഇക്കാര്യമറിഞ്ഞ സതീദേവി ശിവവിഗ്രഹത്തിൽ ഭരണമാല്യമണിയിച്ച് അദ്ദേഹത്തെ പതിയായി സ്വീകരിച്ചു.
ആ സമയം മഹാദേവൻ അവിടെ പ്രത്യക്ഷനാവുകയും ദേവിയെ കൈലാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഉഗ്രകോപത്തിലായ ദക്ഷൻ പ്രതികാരദാഹത്താൽ തപിച്ചുകൊണ്ടിരുന്നു. പരമേശ്വരനെ അപമാനിക്കാൻ ലഭിച്ച ഒരവസരവും അദ്ദേഹം പാഴാക്കിയില്ല. ഇതിനു പറ്റിയ ഏറ്റവും നല്ല ഒരു ഉപായം ഉപദേശിച്ചത് ഭൃഗുമഹർഷിയാണ്. ഒരു മഹായാഗം നടത്തുക, പരമേശ്വരനെയും സതീദേവിയെയും ഒഴിച്ച് മുഴുവൻ മാനവരെയും ദാനവരെയും അതിലേക്ക് ക്ഷണിക്കുക. ഇത് മഹാദേവന് കഠിനമായ അപമാനത്തിന് കാരണമാവും. യാഗത്തിന്റെ പെരുമയെക്കുറിച്ചറിഞ്ഞ ശിവപത്നിക്ക് അതിൽ പങ്കെടുക്കണമെന്ന കലശലായ മോഹമുണ്ടായി. ആഗ്രഹം തന്റെ പതിയുടെ മുൻപിൽ അവതരിപ്പിച്ചു. എന്നാൽ അവിടെ അപമാനിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് പരമേശ്വരൻ ദേവിക്ക് നൽകി. അവസാനം പത്നിയുടെ ഇംഗിതത്തിന് അദ്ദേഹം വഴങ്ങി. എന്നാൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് അദ്ദേഹം മറന്നില്ല. അപമാനഭാരത്താൽ വിവശയായി ഇവിടേക്ക് മടങ്ങിവരാൻ പാടില്ല. യാഗശാലയിലെത്തിയ ദേവിയെ അവിടെ കൂടിയിരുന്നവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ദക്ഷ പ്രജാപതി അപമാനിച്ചു. താൻ ഏറ്റവും ആരാധിക്കുന്ന പരമശിവനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ദേവിയെ ഏറെ വേദനിപ്പിച്ചത്. വിരൂപനെന്നും ചുടലഭസ്മം ധരിക്കുന്നവനെന്നുമൊക്കെ പറഞ്ഞ് പരമശിവനെ അധിക്ഷേപിച്ചു. ഇതിൽ ദുഃഖിതയായ ദേവി യാഗാഗ്നിയിൽ തന്നെ തന്റെ ജീവൻ ഹോമിച്ചു. ഈ വിവരമറിഞ്ഞ പരമശിവൻ ഉഗ്രകോപത്താൽ ജ്വലിച്ചു. കൈലാസത്തിൽ താണ്ഡവ നൃത്തം തുടങ്ങി. ത്രിലോകങ്ങൾ നടുങ്ങി വിറച്ചു. കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി. അസഹ്യമായ ചൂടിനാൽ ത്രിലോകങ്ങൾ ഉരുകിയൊലിക്കാൻ തുടങ്ങി. ശിവതാണ്ഡവത്തിന്റെ പാരമ്യതയിൽ തന്റെ ജട പറിച്ച് നിലത്തടിച്ചു. തിരുജടയിൽ നിന്ന് ഭീമാകാര രൂപിയായ വീരഭദ്രൻ ജന്മമെടുത്തു. യാഗഭൂമിയിലെത്തിയ വീരഭദ്രൻ കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടച്ചു. ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ദക്ഷന്റെ തലയറുത്ത് വലിച്ചെറിഞ്ഞു. യാഗശാലയ്ക്ക് തീയിട്ടു. യാഗം മുടങ്ങിയാൽ അത് ഘോര വിപത്തിന് കാരണമാകുമെന്ന് ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും മറ്റ് ദേവഗണങ്ങൾക്കും അറിയാമായിരുന്നു. അവർ താണ്ഡവം നിർത്തുന്നതിന് മഹാദേവനോട് അപേക്ഷിച്ചു. ഭഗവാന്റെ ഉഗ്രകോപം ശമിപ്പിക്കുന്നതിനായി ഭഗവാൻ വിഷ്ണു പരമേശ്വരനെ ഗാഢമായി ആലിംഗനം ചെയ്തു. കോപത്തിൽ നിന്ന് മുക്തനായ ഭഗവാനോട് യാഗം പൂർത്തീകരിക്കുന്നതിന് ദക്ഷനെ ജീവിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. യാഗഭൂമിയിലെ തിക്കിലും തിരക്കിലും പെട്ട് ദക്ഷന്റെ തല ചിന്നിച്ചിതറിപ്പോയിരുന്നു. തൽക്കാലം ഒരു ആടിന്റെ തല കൊണ്ട് ദക്ഷന് ജീവൻ തിരിച്ചു നൽകി. പിന്നീട് യാഗം പൂർത്തീകരിച്ചു എന്നാണ് ഐതിഹ്യം. വീരഭദ്രൻ ദക്ഷന്റെ തലയറുത്ത ശേഷം തന്റെ വാൾ ദൂരേക്ക് ചുഴറ്റിയെറിഞ്ഞു. അത് ചെന്ന് വീണ ഇടമാണ് മുതിരേരി.
ഇതുകൊണ്ടാണ് വിശുദ്ധമായ ആ വാളിനെ മുതിരേരി വാൾ എന്ന് വിളിക്കുന്നത്. ദക്ഷ പ്രജാപതിയുടെ രക്തം തളം കെട്ടിയ സ്ഥലമായ രുതിരം ചിറയാണ് പിന്നീട് തിരുവഞ്ചിറയായത്. പാപമോചനത്തിനുള്ള ഏറ്റവും പുണ്യതീർത്ഥമായി തിരുവഞ്ചിറയെ കണക്കാക്കുന്നു. പിന്നീട് ഈ യാഗഭൂമി കാടുകയറി വിസ്മൃതിയിലാണ്ടുപോയി. നായാടാനെത്തിയ ഒരു കുറിച്യൻ തന്റെ അമ്പിന് മൂർച്ച കൂട്ടുന്നതിനായി തൊട്ടടുത്ത് കണ്ട ഒരു കല്ലിൽ ഉരച്ചു. അപ്പോൾ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായിരുന്നു. കല്ലിൽ നിന്ന് ചോര ധാരധാരയായി വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഭയന്നുപോയ കുറിച്യ യുവാവ് ഓടിച്ചെന്ന് പടിഞ്ഞിറ്റയില്ലത്തെ തിരുമേനിയോട് ഇക്കാര്യം പറഞ്ഞു. ജലം കൊണ്ടുവന്ന് കഴുകിയെങ്കിലും രക്തപ്രവാഹം നിലച്ചതേയില്ല. പിന്നീട് ഇളനീർ തളിച്ചാണ് രക്തപ്രവാഹം നിർത്തിയത്. അതിനുശേഷം നടന്ന പ്രശ്നചിന്തയിലാണ് കല്ലിൽ ശിവസാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. മുതിരേരിവാൾ എത്തിയതിനു ശേഷമാണ് ഒരു സംഘം തിരിയുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പോവുക. അതിനുശേഷം ഇക്കരെ കൊട്ടിയൂരിലെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് അടിയന്തരക്കാരും. മണിത്തറയിൽ ദീപം തെളിയിച്ചതിന് ശേഷം അഷ്ടബന്ധം നീക്കുന്നതാണ് അടുത്ത ചടങ്ങ്. 11 മാസക്കാലമായി യോഗനിദ്രയിലുള്ള ഭഗവാനെ ഉണർത്തി നെയ്യഭിഷേകം നടത്തുന്ന ഏറ്റവും വിശുദ്ധമായ ചടങ്ങ്. വില്ലിപ്പാലൻ വലിയ നമ്പ്യാരുടെ നെയ്യാണ് ആദ്യമായി അഭിഷേകത്തിന് എടുക്കുക.
പിന്നീട് തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നെയ്യും. ഇതു കഴിഞ്ഞാൽ വഴിപ്രകാരം ഓരോ മഠത്തിലെയും നെയ്യാട്ടം നടത്തും. ഏതാണ്ട് പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.